ആനന്ദിന്റെ വിവാഹത്തെ ചൊല്ലിയായിരുന്നു ഇവരുടെ തർക്കം. അവസാനത്തെ ആഗ്രഹമായിരുന്നു ആ പോലീസുകാരന്റെ പെങ്ങള്, അതും പോയില്ലേ. കല്യാണം കഴിക്കാതെ ചെറുപ്പക്കാരനായ എന്റെ ബോഡി ഫുൾ ടൈം ഹീറ്റായി സ്മോക്ക് വരാൻ തുടങ്ങി. അടുത്ത 50 ദിവസത്തിനുള്ളിൽ ആനന്ദിനൊരു വധുവിനെ ഞാൻ കണ്ടുപിടിക്കും. അങ്ങനെ കണ്ടുപിടിക്കുന്നവരെ ഞാൻ എന്റെ കാലിൽ ചെരുപ്പിടില്ല. എന്തായി കാണിക്കണേ ഇവന്റെ ഒരു കാര്യം. ആനന്ദിന്റെ വിവാഹത്തെ ചൊല്ലിയായിരുന്നു ഇവരുടെ തർക്കം. ഒരു പെണ്ണിന്റെ കാറ്റുപോലിയൊക്കെ യോഗമില്ലാതെ കെട്ടുപ്രായം കഴിഞ്ഞ് ഒരുത്തൻ ഇവിടെ പോരനിറഞ്ഞു നിൽക്കാണെന്നുള്ള ചിന്ത പോലും ഓനില്ല. അതിനാണോ ഈ ബഹളമൊക്കെ? ആ ബഹളം ആനന്ദിനും വിഷമമുണ്ടാക്കി. ആരുടെയും കുറ്റമല്ല, എല്ലാം എന്റെ വിധിയാ. ഞാൻ ഇങ്ങനെ കല്യാണം കഴിക്കാതെ പെരനിറഞ്ഞ് നിന്ന് പോയേ ഉള്ളൂ. ഇനി കല്യാണമേ വേണ്ടെന്ന് ആനന്ദ് പറഞ്ഞു. ഞാനോ കർത്താവ് പൊറുക്കല പറ്റിയൊരെണ്ണത്തിന് കിട്ടിയത് ഇപ്പൊ കിട്ടും, അതാവസ്ഥ. അടുത്ത 50 ദിവസത്തിനുള്ളിൽ ആനന്ദിന്റെ കല്യാണം നടക്കണം. അങ്ങനെയാണെങ്കിൽ അമ്മച്ചി നാളെ തന്നെ പെണ്ണിന്റെ വീട്ടിൽ പോയി പറഞ്ഞുറപ്പിക്കണം. ഞാനിതാ ഒരു ശബ്ദം പോലെ പറയാ, അടുത്ത 50 ദിവസത്തിനുള്ളിൽ ആനന്ദിനൊരു വധുവിനെ ഞാൻ കണ്ടുപിടിക്കും. എന്റെ പൊന്ന് സാറേ, ഇത് എങ്ങനെയെങ്കിലും ഒന്ന് നടത്തി കൊടുക്കണം. ഒരു 100 പെണ്ണെങ്കിലും കണ്ടുണ്ടാവും. അത് നടക്കും വരുമ്പോഴേക്ക് ഏതെങ്കിലും പാര വരും, അതൊഴിയും. പിന്നെ കല്യാണത്തിന്റെ കാര്യം എന്തെങ്കിലും ചിന്ത വേണം. പിക്കപ്പ് പോയാ പിന്നെ അങ്ങനെ കണ്ടുപിടിക്കുന്നവരെ ഞാൻ എന്റെ കാലിൽ ചെരുപ്പിടില്ല. ഈ ഡയലോഗ് എവിടെയോ വെച്ച് കണ്ട പരിചയമുണ്ട്. എന്നെ കവലയിലിട്ട് തല്ലിയവൻ ആരായാലും അവനെ തിരിച്ചല്ലാതെ മഹേഷ് ബാബുനെ ഇനി ചെരുപ്പിടുകയല്ല. ബെസ്റ്റ്. ഈശ്വര, ഇവിടെ ആരുമില്ലല്ലോ ഇതൊന്ന് പറഞ്ഞു ചിരിക്കാനായിട്ട്. ആ സിനിമ ഇവനും കണ്ടെത്തണം തോന്നുന്നു. എന്താണ് ഈ പറയുന്നേ? നടക്കാനുള്ളൂ, നടക്കേണ്ട സമയത്ത് നടക്കും. എന്റെ കാലിൽ ചെരുപ്പിടില്ലെന്ന്. ഇത് ഞാൻ സമ്മതിക്കില്ല. എന്റെ പേരിൽ അച്ഛൻ ഇങ്ങനെ ഓരോ ശബ്ദം എടുത്ത് ബുദ്ധിമുട്ടാൻ പാടില്ല. വേണ്ട, ഒന്നും പറയണ്ട, എനിക്കൊന്നും കേൾക്കാൻ വേണ്ട. എനിക്കതിന് ആരുടെ അനുവാദമൊന്നും വേണ്ട. എന്നെ ആരും ഉപദേശിക്കാൻ വരണ്ട. എനിക്ക് ഈ കാര്യത്തിൽ ആരോട് ഒരു സെന്റിമെന്റ്സും ഇല്ല. എന്റെ മകന്റെ വിവാഹം ഞാൻ നടത്തും. വിഷമിക്കേടോ, എല്ലാം നടക്കും. ഒരാളുടെയെങ്കിലും വിവാഹം ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ നടത്തണം. എന്നിട്ട് വേണം എനിക്ക് അവിടെ ഒന്ന് വരകാൻ. അങ്ങനെ നടത്തണമെങ്കിൽ ഒരു ശബ്ദത്തിന്റെ പിൻബലം വേണം. പോരാത്ത കല്യാണം കഴിക്കാത്തതിന്റെ പേരിൽ അയൽവക്കത്തുകാർക്കാ പരാതി, പ്രത്യേകിച്ച് പെണ്ണുങ്ങൾക്ക്. ഇതൊരു വ്രതമായിട്ട് ഞാൻ എടുക്കുക. കരയണ്ട, ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. എന്റെ കാര്യം എല്ലാരെയും അറിയിക്കാൻ വേണ്ടിയാ ഞാൻ നിങ്ങളെ വിളിച്ചു കൂട്ടിയത്. അയ്യോ, പറഞ്ഞോണ്ട് നേരം പോയി അറിഞ്ഞില്ല. ഞാൻ പോട്ടാ. നിങ്ങളുടെ പ്രസിഡന്റ് എവിടേക്കാ? കങ്ങരക്കുളത്തേക്കാ. അവിടെ എന്താ കല്യാണമല്ലേ? അത് നാളെ അല്ലേ? ഇപ്പൊ വെച്ച് പിടിപ്പിച്ചാൽ ഈ കാലം കൊണ്ട് നാളെ കാലത്ത് അവിടെ എത്താൻ പറ്റുള്ളൂ. അപ്പൊ ചേച്ചി അവള് കാലത്ത് വന്നാ മതിയല്ലോ. ആണി എന്റെ കാലിലല്ലേ.